ഇന്നലെ കളി എന്തായി ഗൈസ്? നമ്മുടെ ഇൻട്രോ ചെറുതായിട്ട് പാളിപ്പോയെന്ന് സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻട്രോയെ കുറിച്ച് കമന്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇൻട്രോ ചെയ്തേക്കുന്ന വീഡിയോയിൽ. അപ്പോൾ കിടിലാണോ അഴിക്കുകയാണെന്നൊക്കെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കിടിലായിട്ടാണ് കമന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലും ഇതുപോലത്തെ കിടിലുള്ള ഇൻട്രോസ് വെച്ച് നമ്മൾ വീഡിയോ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ സൂപ്പർ കപ്പിന്റെ ഫസ്റ്റ് മാച്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് FC. യെസ് ഗൈസ്, അപ്പോൾ കളി കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഞാനിപ്പോൾ ഇത് നവംബർ 2-ാം തീയതിയാണ്, ഇന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നവംബർ 3, അതായത് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മാച്ച് വരുന്നത്, ഡൽഹി FC ആയിട്ട്. അപ്പോൾ അത് നമ്മൾ മറ്റന്നായിരുന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മാച്ചിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 1-0 മെനഞ്ഞാന്ന് വിജയിച്ചത്. അപ്പോൾ പുതിയ സ്ട്രൈക്കർ ആയിട്ടുള്ള പോൾ ജോബീറ്റയാണ് വിജയ ഗോൾ നേടിയത്. ജോൺ റോഡ്രിഗസിന്റെ ക്രോസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കളിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ആവറേജ് കളിയായിരുന്നു എന്നാണ്. കാരണം അത്ര വലിയ സ്ട്രോങ് ടീമല്ല രാജസ്ഥാൻ. അതുപോലെ തന്നെ ഇനി വരുന്നത് മുംബൈ FC-യോട് ഒരു മാച്ച് ഉണ്ട്. അതിൽ ആ കളി ഉണ്ടായാൽ നമുക്ക് മനസ്സിലാവും ബ്ലാസ്റ്റേഴ്സിന് യഥാർത്ഥത്തിൽ എത്രത്തോളം പവർ ഉണ്ടെന്ന് പുതിയ ടീമിൽ. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും നമുക്ക് പവർ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും ഒരു വീക്ക് ടീമിന്റെ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വെറും ഒരു ഗോൾ അടിച്ചാണ് ജയിച്ചത്. അത് വലിയ പവർഫുൾ മാച്ച് ആയിട്ട് അല്ലെങ്കിൽ പവർഫുൾ പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാം താഴെ കമന്റ് ചെയ്യാം. പക്ഷേ ആ ഒബീറ്റയുടെ ഒരു ഹെഡർ ഗോൾ കിടിലായിരുന്നു. ജോൺ റോഡ്രിഗസിന്റെ ക്രോസ് കിടിലായിരുന്നു. ഡിഫൻസ് കിടിലായിരുന്നു, അതിലൊരു സംശയമില്ല. ഡിഫൻസ് ഒക്കെ അത്യാവശ്യം കിടിലായിരുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയുന്നത് ഗോൾ കീപ്പറിന്റെ കാര്യമാണ്. നോറ ഫെർണാണ്ടസ് കിടിലായിരുന്നു. 2-3 ഇമ്പോർട്ടൻറ്റ് സേവ് നോറ ഫെർണാണ്ടസ് ചെയ്തു. അല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ കളി ചിലപ്പോൾ മാറിയേനെ, ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റേനെ. അപ്പോൾ നമ്മളെല്ലാവരും സച്ചിൻ സുരേഷ് ആയിരിക്കും ഗോൾ കീപ്പർ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ നമ്മുടെ ട്രെയിനിങ് അൺഫിൽറ്റേർഡ് അവരുടെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗോൾ കീപ്പർ കൊള്ളാം. ഗോൾ കീപ്പറിന് അത്യാവശ്യം നല്ല പുതിയൊരു കോച്ച് വന്നിരുന്നു. അപ്പോൾ ഗോൾ കീപ്പിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളാം, ഡിഫൻസും കൊള്ളാം. പക്ഷെ അറ്റാക്കിങ്ങിൽ അത്രയും പവർ വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ലൂണയൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്, പുതിയതായിട്ട് അങ്ങനെ എടുത്തു പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നോവയാണെങ്കിലും നോവ ഒരു കളിയായേ ഉള്ളൂ. ഇനി വരുന്ന കളികളിലൊക്കെ ഗോൾ അടിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ പറയുകയാണെങ്കിൽ ജോൺ റോഡ്രിഗസ് കൊള്ളാം, കിടിലായിരുന്നു. ആ ഒരു ക്രോസ് കാരണമാണ് ആ ഹെഡറിലൂടെ നമുക്ക് ആ ഗോൾ വിൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞ മാച്ചിന്റെ കാര്യങ്ങൾ. ഒരു ആവറേജ് കളിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ, എന്നേ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സിമ്പിൾ കളി എന്ന് പറയാൻ അത് ഡൽഹിയിലൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ തോക്കാം, പറയാൻ പറ്റില്ല. അവരും അത്യാവശ്യം സ്ട്രോങ് ആണ്, പക്ഷേ അത്ര സ്ട്രോങ് അല്ല. ഹൈദരാബാദ് FC ആണ്. പിന്നെ മുംബൈയിലൂടെ അറിയില്ല, എനിക്ക് തോന്നുന്നു തോക്കും തന്നെയാണ്. കാരണം അത്രയും പവർഫുൾ ടീമാണ് മുംബൈയുടെ. അപ്പോൾ നമുക്ക് കണ്ടറിയാം ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയോ തോക്കുമോ. നമ്മൾ തോക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സ് ആകളേക്ക് ജയിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ സീസൺ അല്ല, ഞാൻ തോക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ജയിക്കും. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ കാര്യം. പിന്നെ പുതിയ ജേഴ്സി കിടിലായിരുന്നു, അതൊരു സംശയം വേണ്ട, കിടിലായിരുന്നു നീല കുറഞ്ഞ ജേഴ്സി. അപ്പോൾ ഞാനത് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സൂപ്പർ കപ്പിന്റെ കാര്യങ്ങൾ. പിന്നെ ഇന്ന് നമ്മുടെ തിരുവനന്തപുരം കൊമ്പൻസ് FC വേഴ്സസ് കാലിക്കറ്റ് FC മാച്ച് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണുന്നതായിരിക്കും. അതിന്റെ നമ്മൾ റിവ്യൂസ് ഒക്കെ നാളെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പാടോട്ട് വീഡിയോസ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ 213 വീഡിയോസോളം നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് വെറും 150+ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഇതുവരെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇനിയും കിട്ടുന്ന വീഡിയോസ് ഇടുന്നതായിരിക്കും. പറ്റുന്ന അത്രയും നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ ഹോട്ട് വീൽസിന്റെ ഗീവ് വേയും അതുപോലെ നമ്മളെ ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോസും ഇന്ത്യൻ ഫുട്ബോളിന്റെ കിട്ടുന്ന വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും മറക്കാൻ നമ്മളെ ഇൻട്രോ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇൻട്രോ കൊള്ളായിരുന്നോ അയക്കായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. This is Abhinav signing off.